പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അല്പസമയം ദൈവം തന്ന സാവകാശത്തിനായിട്ട് ദൈവത്തിനോട് നമുക്ക് നന്ദി പറയാം. എന്നെ കേൾക്കുന്ന എല്ലാ മക്കളെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ ചിന്തിക്കാനെടുത്ത വിഷയം പുറപ്പാട് 33:3 നിന്നാണ്. സ്തോത്രം. ഇവിടെ 3 യഹോവയായ ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ ഇനിയും ഈ ജനത്തിന്റെ കൂടെ നടക്കുകയില്ല, നിങ്ങൾ ദുഷ്ഷാഠ്യമുള്ള ജനം ആകുന്നു. തകർന്നുപോയത് അധ്യക്ഷനായ മോശയാണ്. കാരണം മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ രക്ഷിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് മോശയാണ്. പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രന്റെ അടുത്ത് ചെല്ലുവാൻ കഴിയുകയില്ല. ദൈവം എല്ലാവരെയും തിരഞ്ഞെടുക്കുന്നില്ല. മോശ അതിൽ നിന്ന് പിന്മാറുവാൻ ചില ബലഹീനതകൾ പറഞ്ഞു നോക്കി. എന്നാൽ ബലമില്ലാത്തവർക്ക് ബലം തരുന്ന ഒരു ദൈവമാണ്. ചില ബലഹീനതകൾ കണ്ടു തന്നെയാണ് ദൈവം പലരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവം ആരെ കണ്ടോ അവരെ തന്നെ നേടിയിരിക്കും. ഒരാളെ കണ്ടെങ്കിൽ അവരെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ മതിയെന്ന് കരുതുന്ന ഒരു ദൈവമല്ല ഈ ദൈവം. ഇവിടെ മോശയോട് പറഞ്ഞിരുന്നു, ഈ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ നീ കനാൻ ദേശത്ത് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോവുക, ഞാൻ നിന്റെ കൂടെ ഇരിക്കും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇവരുടെ വാശി, ഇവരുടെ പിറുപിറുപ്പ്, ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുകയാണ്. അതേ ദൈവമക്കളെ, നമുക്കുമുണ്ട് ചെറിയ ചെറിയ വാശികളും പിണക്കങ്ങളും. എൻ്റെ വീട്ടിൽ പ്രാർത്ഥന വെക്കുമ്പം വന്നില്ലെങ്കിൽ നിന്റെ വീട്ടിലെ പ്രാർത്ഥനയ്ക്കും ഞാൻ വരില്ല, എന്നെ കണ്ടു ചിരിച്ചില്ലെങ്കിൽ ഞാനും ചിരിക്കില്ല. ഇങ്ങനെയുള്ള ചെറിയ പിണക്കങ്ങൾ മതി ദൈവമക്കളെ നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെടുവാൻ. ഇവിടെ തകർന്നു പോയത് മോശയാണ്. സ്തോത്രം. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്നപ്പോൾ ദൈവം അവരെ പല രീതിയിൽ അത്ഭുതമായി വഴി നടത്തിയിരുന്നു. എന്നാൽ ചില പ്രതിസന്ധികൾ, ചില വേദനകൾ വന്നപ്പോൾ അവർ പിറുപിറുക്കുവാൻ തുടങ്ങി. അവർ ചോദിക്കുകയാണ്, മരുഭൂമിയിൽ മേശയൊരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ എന്ന്. എന്നാൽ അവരോർത്തില്ല, പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നി തൂണായും വഴി നടത്തിയ ദൈവത്തെ, ചെങ്കടൽ പിളർന്ന് പാത ഒരുക്കിയ ദൈവത്തെ, കരിങ്കൽ പാറയെ പിളർന്നു വെള്ളം കൊടുത്ത ദൈവത്തെ, മാറായെ മധുരമാക്കിയവനെ, മന്ന നൽകിയ ദൈവത്തെ അവർ മറന്നുപോയി. യെശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ, രക്ഷിപ്പാൻ കഴിയാത്ത വണ്ണം അവന്റെ കരം കുറിയതല്ല, കേൾപ്പാതിരിപ്പാൻ അവന്റെ ചെവി മന്ദവുമല്ല. മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയം അവർ ദൈവത്തെ വിശ്വസിക്കുന്നില്ല എന്നാണ്. മനുഷ്യർ കണ്ടിട്ടില്ലാത്ത, മനുഷ്യർ കേട്ടിട്ടില്ലാത്ത വഴിയിലൂടെ കൊണ്ടുപോകുവാൻ ദൈവത്തിന് കഴിയും. 70 കഴിഞ്ഞ ഒരു മനുഷ്യനെ വിളിച്ചു ചോദിച്ചാൽ അവർ 100 അത്ഭുതങ്ങൾ കണ്ടു കാണും. എന്നാൽ ചെറിയ പ്രതിസന്ധി വരുമ്പോൾ അവരും ദൈവത്തെ അവിശ്വസിക്കും. എന്നാൽ ഒന്നോർക്കണം, നീ വന്ന പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ അന്ന് നിന്നെ കരുതിയ ദൈവം ഇനിയും നിനക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന്. പ്രതിസന്ധി വരുമ്പോൾ, വേദന വരുമ്പോൾ നമ്മൾ പലരും വെറുവെറുക്കുകയാണ്. എന്നാൽ നന്മ തരുമ്പോൾ ചോദിക്കുന്നില്ല, എനിക്ക് യോഗ്യതയുണ്ടോ ദൈവമേ, ഈ നന്മയൊക്കെ അനുഭവിക്കാൻ എനിക്ക് യോഗ്യതയുണ്ടോ എന്ന് ആരും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ മനസ്സിലൂടെ ഒരു കഥ കടന്നു പോകുകയാണ്. ഒരമ്മച്ചി വിശന്ന്
ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ആ അമ്മച്ചി ആരെയും ശ്രദ്ധിക്കുന്നില്ല. ആ അമ്മച്ചി കൈ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. നീ ജീവിക്കുന്ന ദൈവമാണല്ലോ, നീ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണല്ലോ, എനിക്ക് ആഹാരം താ എന്ന്. എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത് നിന്ന ഒരു നിരുശരവാദി, ഒരു ദൈവത്തെ അറിയാത്ത ആള്, അവൻ അവന്റെ കൂട്ടുകാരനോട് പറയുകയാണ്, നമുക്ക് ഈ അമ്മച്ചിയെ ഒന്ന് കളിപ്പിച്ചാലോ, നീ അവിടെ പോയി ഒരു കടയിൽ നിന്ന് ആഹാരം വാങ്ങിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞു. അമ്മച്ചി ഇവിടെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആ മനുഷ്യൻ ആഹാരം കൊണ്ട് കൈ കൊടുത്തു. ആ അമ്മച്ചി കൈ ഉയർത്തി പറഞ്ഞു, കണ്ടോ, ഞാൻ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. എന്നാൽ ആ മനുഷ്യൻ പറയുകയാണ്, ഇത് ദൈവം തന്ന ആഹാരമല്ല, സാത്താൻ തന്നതാണ് എന്ന്. ഉടൻ ആ അമ്മച്ചി ആ മനുഷ്യന് മറുപടി കൊടുക്കുകയാണ്, അതെ, എൻ്റെ ദൈവത്തിന് എനിക്കൊരു നന്മ തരണമെങ്കിൽ സാത്താനെ കൊണ്ടും ജയിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം എന്ന്. ആ അമ്മച്ചി ആ പൊതി തുറന്ന ആഹാരം മുഴുവൻ കഴിച്ചു. കൊടുത്ത ആള് നാണിച്ചും പോയി. അതെ, ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അവിടെ അമ്മച്ചി വയറ് നിറച്ച ആഹാരം കഴിച്ചു. സാത്താനെ കൊണ്ട് ജയിക്കുവാനും ദൈവത്തിന് കഴിയുമെന്നാണ് ഇവിടെ അമ്മച്ചിയിലൂടെ നമ്മൾ കേട്ടത്. സ്തോത്രം. യഹോവയായ ദൈവം മോശയോട് പറഞ്ഞിരുന്നു, ഞാൻ ഇനിയും ഈ ജനത്തിൻ്റെ കൂടെ വരികയില്ല എന്ന്. എന്നാൽ 33-13 വാക്യത്തില് മോശ അവിടെ മുട്ടുകുത്തുകയാണ് പ്രാർത്ഥിക്കാനായിട്ട്. നിനക്കെന്നോട് കൃപ തോന്നിയേ പറ്റൂ. നിന്റെ തിരുസാന്നിധ്യം എൻ്റെ കൂടെ ഇല്ല എങ്കിൽ എന്നെ അയക്കരുത്. ഞാൻ ബലഹീനനാണ്. കണ്ണുനീരോടവിടെ പ്രാർത്ഥിക്കുകയാണ്. നീ ഉണ്ടെങ്കിൽ ചുട്ടുപൊള്ളുന്ന വെയിലും പ്രതിസന്ധിയും ഒന്നും എനിക്ക് പ്രശ്നമല്ല. എന്നാൽ നിന്റെ തിരുസാന്നിധ്യം ഇല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഞാൻ ഇതുവരെ പിടിച്ചു നിന്നത് നിന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. നീ ഇല്ലാത്ത യാത്ര എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. എൻ്റെ ജീവിത യാത്രയിൽ നീ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് വന്ന പ്രതിസന്ധിയിലും വേദനയിലും ഞാൻ പിടിച്ചു നിന്നത്. നീ ഇല്ല എങ്കിൽ പറ്റില്ല. മോശയ്ക്കറിയാം, യഹോവയായ ദൈവം കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയവുമുള്ള കർത്താവാണ്. അവൻ അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവനാണ്. എത്ര കടും ചുമപ്പായ നിന്റെ പാവവും ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഈ ദൈവമെന്ന് മോശയ്ക്കറിയാം. ആമേൻ. സ്തോത്രം. പ്രാർത്ഥനയുടെ മുന്നിൽ യഹോവയായ ദൈവം ഇവിടെ തൻ്റെ തീരുമാനം മാറ്റുകയായിരുന്നു. മുഴങ്കാലിലിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി തരും. ഇന്ന് നീ പ്രതിസന്ധിയിലും വേദനയിലുമാണെങ്കിൽ അത് കാണുന്ന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. കണ്ണുനീരിനെ മറികടക്കാത്തൊരു ദൈവമാ ഈ ജീവിക്കുന്ന ദൈവം. യഹോവയായ ദൈവം മോശയോട് പറയുകയാണ്, എൻ്റെ തിരുസാന്നിധ്യം നിന്റെ കൂടെ പോരും, ഞാൻ നിന്റെ കൂടെ വരാം. അതാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം മറുപടി തരും. ചില അടഞ്ഞ വാതിലുകൾ തുറക്കാൻ കഴിയുന്നതാണ് ഈ പ്രാർത്ഥന. മോശയുടെ പ്രാർത്ഥനയുടെ മുന്നിൽ യഹോവയായ ദൈവം കൂടെ പോകുകയായിരുന്നു. ആ തിരുസാന്നിധ്യം ഇല്ല എങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. നമ്മൾ ഏത് കാര്യത്തിന് പുറപ്പെട്ടാലും ദൈവം കൂടെയുണ്ടെങ്കിൽ നീ ഒരു ഹീറോയാണ്. നിനക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും ദൈവമില്ല എങ്കിൽ നീ വെറും സീറോയാണ്. ആ തിരുസാന്നിധ്യം നഷ്ടപ്പെടാതെ ഇരിക്കാൻ
നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. നമ്മുടെ ചെറിയ പാപത്തിൽ പോലും ആ തിരുസാന്നിധ്യം നഷ്ടപ്പെടും. എന്നാൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ആ വാതിൽ തുറക്കും. ചില ജനലുകൾ അടയ്ക്കാനേ സാത്താന് കഴിയൂ. എന്നാൽ വലിയ വാതിലുകൾ തുറക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഈ ജീവിക്കുന്ന ദൈവം. മോശയുടെ പ്രാർത്ഥന കേട്ട് ദൈവത്തിന് അവിടെ മനസ്സലിവാണ്. മോശയ്ക്കറിയാം ഈ ദൈവം മനസ്സലിവുള്ള ദൈവമാണ്. ആമീൻ. സ്തോത്രം. വീണ്ടും യഹോവയായ ദൈവം പ്രാർത്ഥനയുടെ മുന്നിൽ തൻ്റെ തീരുമാനം മാറ്റുകയാണ്. യെശയ്യാവ് 38:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചാൽ നമുക്കറിയാം. ഇവിടെ ഹിസ്കിയാവ് എന്ന രാജാവ് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ്. ഹിസ്കിയാവ് എന്ന രാജാവിന് മരിക്കത്തക്ക രോഗം പിടിപെടുകയാണ്. ഇവിടെ യെശയ്യാ എന്ന പ്രവാചകനെ യഹോവയായ ദൈവം അയക്കുകയാണ്. പ്രവാചകൻ വന്ന് ഹിസ്കിയാവ് രാജാവിനോട് പറയുകയാണ്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല എന്ന് യഹോവ അരുളി ചെയ്തു എന്ന് പറയുകയാണ്. നമ്മളായിരുന്നെങ്കിൽ നമ്മുടെ മക്കളോടും നമ്മുടെ ബന്ധുക്കളോടും നമ്മുടെ സുഹൃത്തുക്കളോടും എല്ലാം വിളിച്ചു പറഞ്ഞേനെ, പ്രവാചകനെ വന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ മരിച്ചു പോകുമെന്ന്. അവിടെ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം നമ്മൾ പെട്ടെന്ന് ചെയ്തു തീർത്തേനെ. എന്നാൽ ഹിസ്കിയാവ് എന്ന രാജാവ് മുഖം ചുമരിനേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിക്കുകയാണ്. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും നിന്റെ തിരുമുമ്പിൽ നടന്നു, നിനക്ക് പ്രസാദമുള്ളത് മാത്രം ചെയ്തിരിക്കുന്നു. എന്നെ ഓർക്കണമേ, എന്നെ മറന്നു പോകരുതേ എന്ന് മുഴങ്കാലിൽ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ഹിസ്കിയാവ് എന്ന രാജാവ്. യെശയ്യാ എന്ന പ്രവാചകൻ നടുമുറ്റം വിട്ടുപോയില്ല. അതിനു മുമ്പേ യഹോവയായ ദൈവം ഇവിടെ യെശയ്യാ എന്ന പ്രവാചകനോട് പറയുകയാണ്, നീ പെട്ടെന്ന് തിരികെ പോകുക. നീ ഹിസ്കിയാവിന്റെ അടുത്ത് ചെന്നിട്ട് പറയണം, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, നിന്റെ കണ്ണുനീര് ഞാൻ കണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂടെ കൂട്ടിത്തരുമെന്ന്. യെശയ്യാ എന്ന പ്രവാചകൻ തിരികെ ചെന്ന് പറയുകയാണ്, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു, നിനക്ക് 15 വർഷം കൂടെ ആയുസ് നീട്ടി തന്നിരിക്കുകയാണ്. അതാണ് പ്രാർത്ഥന. യെശയ്യാ പ്രവാചകനോട് ദൈവം പറയുകയാണ്, നീ തിരികെ പോ. എൻ്റെ പ്രിയ മകൻ അവിടെ ഇരുന്ന് കണ്ണുനീരോടെ നിലവിളിക്കുന്നു. ആ കണ്ണുനീര് കണ്ടു നിൽക്കുവാൻ എനിക്ക് കഴിയില്ല. ആ കണ്ണുനീരിനെ മറികടന്നു പോകാൻ എനിക്ക് കഴിയില്ല. നീ തിരികെ പോ, ചെന്ന് പറ. അതാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ മുന്നിൽ തീരുമാനം ഇവിടെ മാറ്റുകയാണ്. അതിനു മുന്നിൽ മാത്രമേ ദൈവം തീരുമാനം മാറ്റിയിട്ടുള്ളൂ. അതെ, പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറം നേടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. ആമീൻ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറം നേടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. അതേ ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയുടെ മുന്നിൽ, നമ്മുടെ കണ്ണുനീരിനു മുന്നിൽ ദൈവം എഴുന്നേൽക്കും. ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറും. അതെ, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. കണ്ണുനീരിനെ മറികടന്നു പോകാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ വചനത്താൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആ മോശയുടെ കൂടെ ഉണ്ടായിരുന്ന ആ തിരുസാന്നിധ്യം, ആ ഹിസ്കിയാവ് എന്ന രാജാവിന്റെ പ്രാർത്ഥന കേട്ട് ദൈവം നമ്മുടെ വിഷയങ്ങൾക്കും മറുപടി തന്ന് നമ്മളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇനി കാണും വരെ ആ തങ്കച്ചിറകിനുള്ളിൽ, ആ അത്യുന്നതന്റെ ചിറകിനുള്ളിൽ നമ്മളെ ഓരോരുത്തരെ അവൻ മറച്ചു പിടിക്കട്ടെ. നമ്മളിവിടെ പിരിയുന്നു, എന്നാൽ പിരിയാത്ത തിരുസാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ.
എല്ലാവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.